പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് നമ്മളെ തന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാണ് നമ്മൾ, എന്താണ് എന്നൊക്കെയുള്ള ഒരു സ്വയം അവബോധം നമ്മളിൽ തന്നെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പം ആർക്കാണ് നമ്മളെ പരിചയപ്പെടുത്താൻ കഴിയുന്നത്? നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് തന്നെയാണ് നമ്മളെ പരിചയപ്പെടുത്താൻ കഴിയത്തുള്ളൂ. നമ്മൾ ആരാണെന്ന് പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾക്ക് നമ്മളെ പരിചയപ്പെടാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യം എന്തെന്നോ സ്വരൂപം എന്തെന്നോ അങ്ങനെയുള്ള വിശദീകരണങ്ങളൊന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഒറ്റ വാക്കിൽ അത് ആ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ വചനത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വിശദീകരിക്കാത്ത ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എങ്ങനെ ഉള്ളതാണെന്ന് ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു ശരീരം മാത്രമല്ല എന്നും അവനിൽ ആത്മാവും പ്രാണനും ദേഹവും ചേരുമ്പോഴാണ് ഒരു മനുഷ്യനായി തീരുന്നത് എന്ന് ഈ വചനത്തിൽ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്ന് പറയുന്നത് ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ ത്രിയേകനാണ്. ആ ഒരു ഘടനയിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി മനുഷ്യരിൽ വന്നു ചേർന്നതല്ല. നമ്മുടെ സ്വർഗീയ പിതാവ് ത്രിയേകനായിരിക്കുന്നത് കൊണ്ടാണ് ആ ഇമേജ് നമ്മളിലേക്ക് നൽകി തന്നിരിക്കുന്നത്. ആ ഇമേജിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ത്രിയേകനാകുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ തെളിവാണ് നമ്മൾ ഓരോരുത്തരും. അതിന് മറ്റു തെളിവുകളൊന്നും ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഷേപ്പും അല്ലെങ്കിൽ മുഖഛായ, മാനരസങ്ങളൊക്കെ സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത് പോലെ നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നുള്ളതിൻ്റെ സ്വാഭാവികമായി ആ തൃത്വത്തെ നമ്മൾ അംഗീകരിക്കത്തക്ക നിലവാരത്തിൽ ആ ഘടനയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ഒരു മനുഷ്യനിൽ ഒരാത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട് എന്നുള്ളത് ഈ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ വചനത്തെ ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഒരു ആത്മാവുണ്ട്, ആത്മാവിനൊരു പ്രാണനുണ്ട്. ഈ ആത്മാവും പ്രാണനും താൽക്കാലികമായി വസിക്കുവാൻ ദൈവം നമ്മൾക്ക് നൽകി തന്നിരിക്കുന്ന ഒരു താൽക്കാലിക ഇടമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് റിയലായിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, എന്നിലുള്ള ആത്മാവും പ്രാണനുമാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് പറയുന്നത്. അതായത് ആത്മാവും പ്രാണനും ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ആത്മാവും പ്രാണനും എൻ്റെ ശരീരത്തിൽ ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ റിയൽ ഞാൻ എന്ന് പറയുന്നത് ആത്മാവും പ്രാണനുമാണ് റിയൽ ഞാൻ, അല്ലെങ്കിൽ റിയൽ നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും നൽകി ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരിൽ നമ്മിലാകേണ്ടതിന് തന്നെ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെ? ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നാമും ദൈവത്തിൽ ഒന്നായി തീരേണ്ടതിനാണ് ദൈവം ഇപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലാണ് ദൈവം സൃഷ്ടിച്ചത്. കാരണം വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സുള്ളവരാകുന്നു. അപ്പോൾ ദൈവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവം മനുഷ്യനുമായി കണക്റ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ആത്മാവുമായിട്ടാണ്. ആ ആത്മാവുമായി കണക്റ്റ് ചെയ്യുന്ന മനുഷ്യൻ, ആ ദൈവം അവനുമായി കൂട്ടായ്മ ആചരിക്കുന്നത് അവൻ്റെ മനസ്സുമായിട്ടാണ്. ദൈവം കൂട്ടായ്മ ആചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന് വന്ന് വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത്ര ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കിയ ദൈവത്തിൻ്റെ വലിയ ദൈവിക ഉദ്ദേശങ്ങൾ ഈ ഭൂമിയിൽ നമ്മളിലൂടെ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിൽ
ദൈവത്തിലെ പോലെ നമ്മിലാകണം. നമ്മിലായെങ്കിൽ മാത്രമേ അത് ഭൂമിയിൽ ആക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ദേഹി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവും പ്രാണൻ എന്ന് പറയുന്നത് തന്നെയാണ് ദേഹി. ദേഹി എന്ന് പറയുന്നത് തന്നെയാണ് മനസ്സും. ചിലർ പറയാറുണ്ട് മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ് അല്ലെങ്കിൽ ബുദ്ധിയാണ് എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ നമ്മുടെ ദേഹി എന്ന് പറയുന്നത് ബ്രെയിൻ മാത്രമാണോ? അല്ല. അതായത് എൻ്റെ ശരീരത്തിൽ തല മാത്രമാണോ ഞാനെന്ന് പറയുന്നത്? അല്ല. എൻ്റെ ശരീരത്തിൽ തലയും കൈയും കാലും മറ്റ് അവയവങ്ങളും ഒക്കെ കൂടി ചേരുമ്പോഴാണ് പൂർണ്ണതയുള്ള ഞാനാകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ദേഹി എന്ന് പറയുന്നത് ഒരവയവമല്ല, അത് ബ്രെയിൻ മാത്രമല്ല. ദേഹി എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുള്ള ഒരു രൂപമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, രക്തത്തിലല്ലോ പ്രാണനിരിക്കുന്നത്. അപ്പം രക്തം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഓടുന്നോ, എതിലെയൊക്കെ സഞ്ചരിക്കുന്നുവോ, അവിടെയെല്ലാം നമ്മുടെ പ്രാണനുണ്ട് എന്നാണ് അർത്ഥമാകുന്നത്. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുള്ള ഒരു രൂപമാണ്. എൻ്റെ പ്രാണന്, എൻ്റെ ദേഹിക്ക്, എൻ്റെ മനസ്സിന് എൻ്റെ രൂപമാണുള്ളത്. എൻ്റെ ഷേപ്പിലാണ് എൻ്റെ ദേഹി ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ദേഹി നിങ്ങളുടെ ഷേപ്പിലും നിങ്ങളുടേതായ ഒരു രൂപമാണ് നിങ്ങളുടെ ദേഹിക്കുള്ളത്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു പൂർണ്ണതയുള്ള വ്യക്തിത്വമായിട്ടാണ് ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രെയിനും ഹൃദയവും ഒക്കെ നമ്മുടെ ദേഹിയുടെ മനസ്സിൻ്റെ ഭാഗങ്ങളാണ്. ദേഹിക്ക് ബ്രെയിനിൻ്റെ ഭാഷ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷ ഫീലിങ്സ് ആണ്, അപ്പം ഇമോഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ദേഹിയും പൂർണ്ണതയുള്ളതായി തീരുന്നത്. അപ്പം അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഈ ഭൂമിയിൽ നടക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ സാധ്യമാക്കുവാനുമാണ് ദൈവം ഇപ്രകാരം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിന് കൂട്ടായ്മയെ ആചരിക്കുവാൻ, ദൈവത്തിന് കണക്ട് ചെയ്യുവാൻ. ദൈവത്തിൻ്റെ വചനം ദൈവം ആത്മാവാകുന്ന ദൈവത്തിന് നമ്മിൽ വന്ന് വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ നമ്മളിൽ കുറിച്ച് ദൈവം ഓരോ സോളിനെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വലിയ ദൈവിക പദ്ധതി പ്രകാരമാണ് ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടണമെന്നാണ്. അത് നിന്ദ്യമായി തീർന്നിട്ടുണ്ടെങ്കിൽ അനന്യമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മളുമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ദേഹിയെയും ആത്മാവിനെയും ശരീരത്തെയും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കാക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.